എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മളെല്ലാവരുടെ ഫാമിലിയായിട്ട് ചെറിയൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഇവിടെ അടുത്തോട്ടം ഇവിടെ നമ്മൾ പരുമല വരെയാണ് പോകുന്നത്. അതായത് ഞായറാഴ്ച ചെല്ലുമ്പോൾ പരുമല പള്ളിയിലൊക്കെ ജസ്റ്റ് ഒന്ന് പോയി പ്രാർത്ഥിച്ചേച്ച് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും അച്ചാച്ചനും, അതായത് എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും കുഞ്ഞും ഞങ്ങളെല്ലാവരോടും ഒരുമിച്ച് കാറിനാട്ടോ പോകുന്നത്. അപ്പം കാർ ഞങ്ങളുടെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇൻഡിഗോ CS എന്നാട്ടോ കാർ, പണ്ടത്തെ കാറാണ് അതൊക്കെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞേക്കുന്നത് ഞങ്ങളുടെ ആ ഒരു പഴയ വീട്ടിലോട്ട് വരുന്ന ആ ഒരു വഴിയാട്ടോ. മൊത്തം ഇങ്ങനെ മരങ്ങളൊക്കെ നിറഞ്ഞ് നല്ല രസമാട്ടോ ഈ ഒരു പ്രദേശം കാണാൻ വേണ്ടിയിട്ട്. മൊത്തം ഇങ്ങനെ മരങ്ങൾ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. കൂടുതലും റബ്ബറാണ്. എന്നിരുന്നാൽ പോലും ആ ഒരു ഇത് കാണാൻ നല്ലൊരു ഭംഗിയാട്ടോ. എനിക്ക് ഈ ഒരു ആ ഒരു പച്ചപ്പൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു രാവിലെ എണ്ണീറ്റ് കഴിഞ്ഞ് ആ ഒരു പച്ചപ്പിലൂടെ ഇങ്ങനെ സൂര്യൻ്റെ വെട്ടമൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നല്ല രസമല്ലേ കാണാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞേക്കുന്നത് ഞാൻ മേക്ക് ഓവർ ചെയ്ത ആ ഒരു ചെരുപ്പാട്ടോ. ആ ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് ഞാൻ പള്ളിയിൽ പോകുന്നത്. അപ്പോൾ അച്ഛനാണെങ്കിൽ കാർ അവിടെ നിന്ന് ഇറക്കി. അപ്പോൾ ഞാൻ ഇറക്കുന്നതിൻ്റെ ആ ഒരു വീഡിയോ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വീഡിയോ പിടിക്കുവാട്ടോ. അപ്പം കുറച്ചങ്ങോട്ട് യാത്ര ചെയ്തപ്പോഴത്തേക്കും എന്നെപ്പോലെ തന്നെ കുഞ്ഞിനാണെങ്കിലും ചേച്ചിയുടെ കുഞ്ഞിനാണെങ്കിലും ഈ ഛർദ്ദിക്കുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ അമ്മ നേരത്തെ തന്നെ മരുന്ന് തന്നെ അവോമിൻ തന്നെ. അപ്പം ഛർദ്ദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവോമിൻ തന്നെ. അപ്പം ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്ത ഡ്രസ്സാട്ടോ കുഞ്ഞിട്ടിരിക്കുന്നത്. അപ്പം അവോമിൻ ഞാൻ കഴിച്ചായിരുന്നു. അപ്പം ആ അവോമിൻ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഛർദ്ദിക്കത്തില്ല. അപ്പം ചിലപ്പോൾ ഛർദ്ദിക്കും. നമ്മൾ ഫോണൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഛർദ്ദിക്കുമായിരിക്കും, അറിയത്തില്ല. അപ്പം ഞാൻ എപ്പോഴും അവോമിൻ കഴിച്ചിട്ടാണ് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ കൂടുതലായിട്ടും പോകുന്നത്. അപ്പം എനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ ഉറക്കം വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ നല്ല രീതിയിൽ ഉറക്കമായിരുന്നു, ഭയങ്കര ഉറക്കമായിരുന്നു. അമ്മയാണെങ്കിൽ ഉറങ്ങാതെ അവിടെ നിന്ന് എല്ലാ കാഴ്ചകളും കണ്ടിങ്ങനെ ആസ്വദിച്ചു ഇങ്ങനെ പോകുമായിരുന്നു. ഞാൻ ഭയങ്കര ഉറക്കമായിരുന്നു. കുഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഛർദ്ദിച്ചായിരുന്നു. ഇത് നമ്മൾ പരുമല പള്ളിയിലെത്തി കേട്ടോ. അപ്പോൾ ഇത് പള്ളിയുടെ ആ ഒരു ചാപ്പലിൻ്റെ ആ ഒരു ഏരിയയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കരുതെന്നൊക്കെയാണ് പറഞ്ഞത്. ഞാനതൊക്കെ പിന്നീടാണ് സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചത് തന്നെ. അപ്പം ഇത് പള്ളിയുടെ ആ ഒരു ചാപ്പലിൻ്റെ കാർ പാർക്കിംഗ് ആ ഒരു ഏരിയ ആട്ടോ. കൂടുതൽ ആൾക്കാർക്ക് ഈ പള്ളിയെക്കുറിച്ചൊക്കെ അറിയായിരിക്കും. ഇപ്പോൾ ഈ ഇടയ്ക്കൊരു പെരുന്നാൾ സെൻറ്റ് ജോർജിൻ്റെ ഒരു പെരുന്നാൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ മർത്തോമയാണ്, അമ്മ ഓർത്തഡോക്സ്. അപ്പം അമ്മ ഓർത്തഡോക്സിൽ നിന്ന് മർത്തോമയിലോട്ട് കെട്ടിച്ചാട്ടും. ഇതെന്ന് പറഞ്ഞേക്കുന്ന പള്ളിയുടെ ചാപ്പലാണ്. അപ്പം ചാപ്പലിലൊക്കെ ഇങ്ങനെ ധ്യാനങ്ങളും അതൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ചാപ്പലൊക്കെ ഉള്ളത്. പിന്നെ ഞങ്ങളൊരു കോൾഡ് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. അപ്പം ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിൽ വിളിക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം വരുന്നുണ്ട്. ഇപ്പം എനിക്കറിയത്തില്ല, ഈ ചൂടിൻ്റെ ആ ഒരു ഇതുകൊണ്ടായിരിക്കാം ഫുൾ ടൈം എനിക്ക് ഉറക്ക മൂടാണ്. രാവിലെ എണ്ണീറ്റ് കഴിഞ്ഞാൽ പിന്നെയും ഭയങ്കര ക്ഷീണം, ഉച്ചയ്ക്കും അതുപോലെ തന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ക്ഷീണം, വൈകിട്ടാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. എനിക്ക് സത്യം പറഞ്ഞാൽ രാത്രിയിൽ എത്ര സമയം ഇരുന്നെന്ന് പറഞ്ഞാലും എനിക്ക് ഉറക്കം വരുന്നില്ല. ഇന്നലെ ആണെങ്കിലും അതുപോലെ തന്നെയായിരുന്നു. രാത്രിയിൽ ഞാൻ പിന്നെ മിച്ചറൊക്കെ എടുത്ത് വെച്ച് കഴിക്കുമായിരുന്നു. പിന്നെ അതുകൊണ്ട് ബുക്കൊക്കെ ഇങ്ങനെ വായിച്ചാണ് ഞാൻ പിന്നെ ഉറങ്ങിയത് സത്യം പറഞ്ഞാൽ. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് വന്നിട്ടാട്ടോ ഞങ്ങൾ കഴിച്ചത്. പുറത്തുനിന്നൊന്നും അങ്ങനെ കഴിച്ചു ഒന്നുമില്ല. ഉച്ചയ്ക്ക് വന്നിട്ട് കഴിക്കുമായിരുന്നു, വീട്ടിൽ നിന്ന് തന്നെ കഴിക്കുമായിരുന്നു. കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഞാൻ കയറിക്കിടന്ന് അങ്ങ് ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് കഴിച്ച ഉടനെ നമ്മൾ എന്തായാലും ഫ്ലാറ്റ് ആവുമല്ലോ. അപ്പം ഉറങ്ങിയിട്ട് കുഞ്ഞ് വന്നിങ്ങനെ വിളിച്ചപ്പോഴാണ്, അവനിങ്ങനെ ഓരോ കിസ്മത്ത് പണികളും കൊണ്ടിങ്ങനെ വന്നപ്പോഴാണ് ഞാനിങ്ങനെ എണ്ണീറ്റത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞേക്കുന്നത് പള്ളിയുടെ ആ ഒരു പുറവശമല്ല മുൻവശമാട്ടോ എന്ന് പറഞ്ഞത്. ഇത് എല്ലാ ഭാഗവും ഇങ്ങനെ ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് മുൻവശം ഏതാ പുറവശം ഏതാന്നുള്ളത് മനസ്സിലാകത്തില്ല. ഇത് പള്ളിയുടെ ചാപ്പലാട്ടോ. ഈ ചാപ്പൽ അത്യാവശ്യം ധ്യാനങ്ങളും ചിലപ്പോൾ ആരാധനകളും ഒക്കെ ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ കോൾഡ് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. അപ്പം ഞാനും ചേച്ചിയും കോൾഡ് കോഫി കുടിച്ചു. അച്ചാച്ചനും അമ്മയും ചായ ആട്ടോ കുടിച്ചത്. എനിക്ക് ഈ ചായയിൽ സത്യം പറഞ്ഞാൽ ഈ ഏലക്കയൊന്നും ഇടുന്നതൊന്നും ഇഷ്ടമല്ല. ഒത്തിരി ഇടരുത്, പക്ഷേ അത്യാവശ്യത്തിനിടാം, ഒരു മീഡിയം ലെവലിൽ ഇടാം. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഏലക്കയുടെ ആ ഒരു ചെവയുണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. എനിക്ക് നോർമലായിട്ട് ചായ, അങ്ങനത്തെ നോർമലായിട്ട് നമ്മൾ പഞ്ചസാരയും തേയിലയൊക്കെ ഇട്ടുന്ന ആ ഒരു ചായ അത് നല്ല കടുപ്പത്തിലാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞേക്കുന്ന ആ ഒരു സെമിനാരി, പിന്നെ നമ്മൾക്ക് ഇപ്പോൾ ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് താമസിക്കാൻ പറ്റുന്ന, അതാണ് അപ്പുറത്തെ ആ ഒരു കെട്ടിടം എന്ന് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഫ്രണ്ടിലായിട്ടാണെങ്കിൽ കുറേ ചേഞ്ച്, പണ്ടത്തെക്കാട്ടിലും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാണെങ്കിൽ അവൻ്റെ കൈ അവനിങ്ങനെ ഓരോന്നിങ്ങനെ നോക്കി ഇങ്ങനെ
ഓരോന്ന് കുഞ്ഞല്ലേ, അപ്പോൾ അവനിങ്ങനെ ഓരോന്നിങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ നടക്കുകയാണ്, അവനെന്തെങ്കിലും പറക്കാൻ വേണ്ടിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പള്ളിക്കകത്തോട്ട് കയറി. പിന്നെ ഞങ്ങൾ കോൾഡ് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. കുഞ്ഞിനാണെങ്കിൽ 2 മഞ്ച് വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ മുൻവശത്തു നിന്ന് പുറവശത്തോട്ട് പോവുക കേട്ടോ. അങ്ങനെ പുറവശമാണ് മെയിൻ ഇങ്ങനെ കയറി വരുന്ന ആ ഒരു നമുക്ക് ഏത് വഴി വേണമെങ്കിലും കയറാം കേട്ടോ. ഈ ഒരു വഴി ഇപ്പോൾ അടച്ചേക്കുവാണ്. അത് ആരാധന സമയത്ത് തുറക്കും കേട്ടോ. ഇപ്പം വലിയ വലിയ വാതിലുകളാണ്. നമുക്ക് ഈ വലിയ പള്ളികളിലൊക്കെ പോകുമ്പോൾ വലിയ വാതിലുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞേക്കുന്നത് ഈ നിരക്കുന്ന മീൽസേപ്പൊക്കെ നിരക്കുന്ന ആ ടൈപ്പ് വാതിലുകളൊക്കെ ആട്ടോ. നമ്മളൊന്നും പിടിച്ചാലൊന്നും പൊങ്ങത്ത് പോലും ഇല്ല. അപ്പോൾ അവനാണെങ്കിൽ ഇങ്ങനെ മൂശയിട്ട പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പതുക്കെ പള്ളിയിലോട്ട് കയറാൻ വേണ്ടി തുടങ്ങും. ഇന്നലെ ആണെങ്കിൽ സെൻറ്റ് ജോർജിൻ്റെ ഇതായിരുന്നു, പെരുന്നാളായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ മെയിൻ പെരുന്നാളെന്ന് പറയുന്നത് പരുമലത്തിരുമേനിയുടെ, അതായത് നവംബർ 2-ാം തീയതി നടക്കുന്ന ആ ഒരു പെരുന്നാളാട്ടോ. അല്ല, സെൻറ്റ് ജോർജിൻ്റെ മെയിൻ പെരുന്നാളാണ്. പിന്നെ നമ്മൾ ചെയ്ത ആ ഒരു ചെരുപ്പാണ്, ആ ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് സത്യം പറഞ്ഞത്. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നവും തോന്നിയില്ല. അപ്പം സെൻറ്റ് ജോർജിൻ്റെ പെരുന്നാൾ ചില പള്ളികളിലൊക്കെ ഭയങ്കര, ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ വടശ്ശേരിക്കൽ തന്നെ ആണെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ ഈ തൊട്ടപ്പുറത്തെ കരയിലുള്ള പള്ളിയിലൊക്കെ സെൻറ്റ് ജോർജിൻ്റെ ആണ് മെയിനായിട്ടുള്ള ഇതെന്ന് പറഞ്ഞേക്കുന്നത്. എന്താണ്, സെൻറ്റ് ജോർജിൻ്റെ മെയിനായിട്ടുള്ള പെരുന്നാളെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഈ ഒരു ഇപ്പം ഇവിടെ ആണെങ്കിൽ പരുമല തിരുമേനിയുടെ ആ ഒരു പെരുന്നാളാണ് മെയിനായിട്ടും ഉള്ളത്. അതായത് നവംബർ 2-ാം തീയതി നടക്കുന്നത്. പിന്നെ മാതാവിൻ്റെ പെരുന്നാളുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ സത്യം പറഞ്ഞ പെരുന്നാളുകളൊന്നും അങ്ങനെ കൂടിയിട്ടില്ല കേട്ടോ. ഞാൻ മർത്തോമ ആയതുകൊണ്ട് അമ്മയെ ഓർത്തഡോക്സിൽ നിന്ന് മർത്തോമയിലോട്ട് കെട്ടിച്ചതാണ്. അപ്പം ഇപ്പോൾ കാണുന്ന ഒരു പെയിൻറ്റിങ് കണ്ടോ? ആ പെയിൻറ്റിങ് നമ്മുടെ കേരളത്തിലുള്ള പള്ളികളിൽ ഏറ്റവും ചുരുക്കം ചില പള്ളികളിൽ മാത്രം അങ്ങനത്തെ പെയിൻറ്റിങ്, ഉയർത്തെഴുന്നേറ്റ് വരുന്ന യേശുക്രിസ്തുവിൻ്റെ ആ ഒരു പെയിൻറ്റിങ്, അത് സത്യം പറഞ്ഞാൽ പണ്ട് ഈ മെയിൻ മദ്ബഹയുടെ അകത്തായിരുന്നു. ഇപ്പം അത് പുറത്ത് വെച്ചേക്കാണ്, മുകളിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പം അകത്താണെങ്കിൽ കുറേ ഒത്തിരി നല്ല പെയിൻറ്റിങ്സ് ഉണ്ട് കേട്ടോ. ഓരോ സമയം ഈ പള്ളിയിൽ വരുമ്പോഴത്തേക്കും ഓരോരോ പുതിയ ആർട്ട് വർക്കുകൾ പള്ളിയിലായി കാണാനായിട്ട് പറ്റും. പിന്നെ ആണെങ്കിൽ ഞങ്ങൾ മെയിൻ കബറിടത്തിൽ പോയായിരുന്നു. ഇതാട്ടോ മെയിൻ കബറിടം എന്ന് പറഞ്ഞേക്കുന്നത് പരുമലത്തിരും. ഇതൊക്കെ മെയിൻ കബറിടം ആണെന്നുള്ള കാര്യമൊക്കെ പിന്നീടാണ് എനിക്ക് ആദ്യമൊന്നും കുഞ്ഞിലേ ഒന്നും എനിക്കിങ്ങനെ അറിയത്തൊന്നുമില്ലായിരുന്നു. പിന്നെ നമുക്കത് മനസ്സിലായി അവിടെയാണ് പരുമലത്തിരുമേനി കബറടങ്ങിയിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഞങ്ങളാണെങ്കിൽ പരുമലത്തിരുമേനി ഉപയോഗിച്ചിരുന്ന ആ ഒരു കട്ടിലും കാര്യങ്ങളും ഒക്കെ അവിടൊക്കെ ആ മുറിയിലത്തെ വീഡിയോസ് ഞാനങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം നമുക്കിങ്ങനെ എടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് പുറത്തോട്ട് നടന്നു. അപ്പം ഇതിന് ചുറ്റും ഇവിടെ ആണെങ്കിൽ 3 കൊടിമരമാണ് ഞാൻ കണ്ടത്. അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോഴും അമ്മയ്ക്ക് 3 കൊടിമരം മാത്രമേ അറിയത്തുള്ളൂ. ഇനി വേറെ എക്സ്ട്രാ കൊടിമരങ്ങളുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും 3 കൊടിമരങ്ങൾ ഇവിടെ എന്തായാലും ഉണ്ട്. ഒന്ന് പള്ളിയുടെ ആ ഒരു ഫ്രണ്ട് വശത്തും, പിന്നെ ആണെങ്കിൽ ബാക്കിലും ഒരെണ്ണമുണ്ട്, പിന്നെ അപ്പുറത്തും ഒരെണ്ണമുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞേക്കുന്നത് പരുമലത്തിരുമേനിയുടെ ആ ഒരു പരുമലത്തിരുമേനി ആദ്യകാലം താമസിച്ചിരുന്ന ആ ഒരു പ്ലേസിലോട്ടാട്ടോ ഇപ്പം നമ്മൾ പോകുന്നത്. അപ്പം നേരത്തെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു എൻട്രൻസ് അല്ല ഇപ്പോൾ എന്ന് പറഞ്ഞേക്കുന്നത്. പണ്ട് ഇവിടൊക്കെ ആണെങ്കിൽ ഇവിടൊക്കെ ഇങ്ങനെ കാർ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് ഓരോ സമയം വരുമ്പോഴത്തേക്കും ഒരുപാട് ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ചെറിയ കെട്ടിടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ വലിയ വീടുകളെക്കാട്ടിലും എനിക്ക് കൂടുതൽ ഇഷ്ടം ചെറിയ കുഞ്ഞു വീടുകളാട്ടോ. അപ്പം അങ്ങനെ നമ്മൾ പരുമലയിലെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കാട് വെട്ടൂർ എന്ന് പറഞ്ഞൊരു പള്ളിയിലേക്ക് പോവുകയാണ്. ഇത് പരുമലയിലേക്ക് പോകുന്ന ആ ഒരു വഴിയിലുള്ള പള്ളിയാട്ടോ. കുറച്ച് ഉള്ളിലോട്ടാണ് ഈ പള്ളി എന്ന് പറഞ്ഞേക്കുന്നത്. അധികം ആളുകളൊന്നും ചിലപ്പോൾ ഈ പള്ളി ശ്രദ്ധിച്ച് കാണത്തില്ലായിരിക്കും. അപ്പോൾ ഈ പള്ളിയുടെ ഹിസ്റ്ററി എനിക്ക് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പം ഈ ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ അറിയത്തില്ല. അപ്പം ഇവിടെ ശരിക്കും ഫസ്റ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് ഇവിടെ ഞങ്ങളെ ഫസ്റ്റ് ഈ ഒരു പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം കാടുവെട്ടൂർ സെൻറ്റ് മേരീസ് പള്ളി എന്നാട്ടോ ഈ ഒരു പള്ളിയുടെ പേരെന്ന് പറഞ്ഞേക്കുന്നത്.
അങ്ങനെ ഞങ്ങൾ ഈ പള്ളിയിൽ നല്ല രസമാട്ടോ. ഈ പള്ളിയിൽ പ്രദേശം കാണാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ സ്ഥലമാണ്. താഴ്ന്ന ഏരിയയാണ്. ഈ ഏരിയകളെല്ലാം ഈ പരുമല ചെങ്ങന്നൂർ ആ ഒരു പ്രദേശം ആയതുകൊണ്ട് എല്ലാം താഴ്ന്ന ഏരിയകളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളം കുടിച്ചപ്പോഴത്തേക്കും പകുതി ആശ്വാസമായി. ഒന്നാമത് ദാഹിച്ച് വലഞ്ഞിരിക്കുമായിരുന്നു. എനിക്ക് വെള്ളവും കൂടെ കുടിച്ചപ്പോഴത്തേക്കും അത്രയും ഒരു സമാധാനമായി. സത്യം പറഞ്ഞാൽ ഈ ഒരു ചൂടുകാലത്ത് തണുത്ത വെള്ളം കുടിക്കാതെ ഒരു രക്ഷയില്ല. ചൂടുവെള്ളം കൊണ്ടൊന്നും കുടിച്ചാൽ ഒന്നും പറ്റത്തില്ല. തണുത്ത വെള്ളം കുടിച്ചാലേ നമുക്ക് നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞേക്കുന്നത് പമ്പാ നദി കേട്ടോ. വളരെ നിശ്ചലമായിട്ട് ഞങ്ങൾ എപ്പോൾ വന്നെന്ന് പറഞ്ഞാലും ഈ ഒരു പമ്പാ നദി ഇതുപോലെ തന്നെ ഒഴുകി പോകുന്ന ഒന്നും നമ്മൾ കാണുന്നില്ല. നല്ല ആഴമുണ്ട് കേട്ടോ. നിശ്ചലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ വളരെ വിഷമകരമായിട്ടുള്ളൊരു സംഗതി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇതൊരു പക്ഷേ ഒരുപാട് പെൺകുട്ടികൾക്ക് ട്രോമ ഉണ്ടാക്കുന്ന ഒരു അനുഭവമായിരിക്കാം. പക്ഷേ എനിക്കിത് ട്രോമ ഉണ്ടാക്കത്തൊന്നുമില്ല. കാരണം ഇതിലും വലിയ ട്രോമകളൊക്കെ നമ്മൾ അനുഭവിച്ച് ഇവിടെ എത്തിയതാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രശ്നമല്ല, വിളിച്ച ആളുടെ എന്തെങ്കിലും മാനസികപരമായ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. അപ്പം എനിക്കിതൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ അയാളോടൊരു പാവം തോന്നി, ഒരു പുച്ഛം തോന്നിയെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആളുകളൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ മദേഴ്സ് ഡേക്ക് ഏതെങ്കിലും ഒരു നല്ല അമ്മയ്ക്ക് പറഞ്ഞതായിരിക്കും ആ മോനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഈ നമ്പർ പബ്ലിക് കൊടുത്തിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ അത് ചെയ്യാനും, അല്ലെങ്കിൽ അതെന്തെങ്കിലുമൊക്കെ അപ്പം ഈ വിളിച്ച ആൾ എന്തെങ്കിലും ഓർഡർ തരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ഇയാൾ എന്നെ വിളിക്കുന്നത്. ഇയാളുടെ പേരും കാര്യങ്ങളൊന്നും ഇയാൾ കൊടുത്തിട്ടില്ല. ഞാൻ ട്രൂ കോളറിലൊക്കെ എല്ലാം നോക്കി, പക്ഷേ സ്പാമായിട്ടുള്ള നമ്പറാണ്. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് ആ ഒരു നമ്പർ എനിക്ക് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആൾക്കാരെന്തെങ്കിലും ചിലരാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചിലപ്പോൾ വിളിക്കാറുണ്ട്. അങ്ങനെയൊക്കെ വിളിക്കുന്ന എന്തെങ്കിലും ഓർഡേഴ്സൊക്കെ തരാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന ആളുകളായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. നമ്പർ എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. എവിടെ നിന്ന് കിട്ടിയാലും എൻ്റെ പൊന്നു മോനെ നീ അനുഭവിക്കും. നീ ഇത് അനുഭവിക്കാതെ ഈ ലോകത്തിൽ നിന്ന് പോകത്തില്ല. അപ്പം ഇങ്ങനത്തെ സ്വഭാവമൊക്കെയുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ആര്യചേച്ചി ബഡായി ബംഗ്ലാവിലെ ആര്യചേച്ചിക്ക് പറ്റിയ അതേ അനുഭവം, അതേ സംഭവമാണ് ഞാനിപ്പോൾ ഇവിടെ അനുഭവിച്ചത്. പക്ഷേ എനിക്കതൊരു ദോഷമായിട്ടൊന്നും വരുത്തോന്നില്ല. കാരണം ഞാൻ വിശ്വസിച്ച് വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്തായാലും എൻ്റെ കൂടെ നിൽക്കും. അപ്പം ആ ദൈവം അവനിട്ട് പണി കൊടുക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പം പൊന്നുമോനെ നീ ഒന്ന് നോക്കിയിരുന്നോ, നിൻ്റെ പുറത്ത് എന്തായാലും ആ ഒരു പിടി വീഴും, അതെനിക്ക് ഉറപ്പാണ്. അപ്പം ഈ ലോകത്ത് ആരൊക്കെ രക്ഷിക്കാനില്ലെന്ന് പറഞ്ഞാലും, ആരൊക്കെ തള്ളി പുറത്താക്കിയെന്ന് പറഞ്ഞാലും, ഈ ലോകത്ത് നമ്മളെല്ലാവരും വിളിച്ചാൽ വിളി കേൾക്കുന്നൊരു ദൈവമുണ്ട്. അപ്പം ആ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് എപ്പോഴും ഉറപ്പാണ്. ആ ദൈവത്തിൻ്റെ പിടി എന്തായാലും നിൻ്റെ തലയിൽ വീണിരിക്കും മോനെ. നീ ഇത് അനുഭവിക്കാതെ നീ ലോകത്തിൽ നിന്ന് പോകത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. അപ്പം ഇങ്ങനത്തെയുള്ള ഇനി എന്തൊക്കെ വന്നാലും, ലോകം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും ഞാനിതൊന്നും കേട്ട് തളരാനേ പോകുന്നില്ല. എൻ്റെ ഡ്രീമിലേക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഈ ഒരു പരിശുദ്ധമായ വീഡിയോ ഇങ്ങനെ അവസാനിപ്പിക്കുന്നതിൽ എനിക്ക് ചെറിയൊരു സങ്കടമുണ്ട്. കാരണം നമ്മൾ പള്ളി റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്തത്. അപ്പം എല്ലാ ഗേൾസിനും, വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ എന്ന് ഞാനിങ്ങനെ പറയുകയാണ്. ഈ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരെല്ലാവരും വിഷമിക്കും, വേദനിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ എനിക്കിതൊരു കൂസലില്ലാത്ത ഒരു കാര്യമാണ്. കാരണം ഇതൊക്കെ ചീള കേസ്, ഇതൊക്കെ അവിടെ നമ്മൾ വിട്ടേക്കുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ വേണം എല്ലാ പെൺകുട്ടികളും കണക്കാക്കാൻ വേണ്ടിയിട്ട്. പ്രതികരിക്കാൻ പറ്റുവാണെങ്കിൽ മോന്തയ്ക്ക് നോക്കി ഒരൊറ്റ അടി ഞാൻ കൊടുത്താൽ മതി, അപ്പോൾ ഇവൻ്റെ കഴപ്പും കാര്യങ്ങളൊക്കെ തീരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ സപ്പോർട്ടിൻ്റെ എല്ലാവർക്കും താങ്ക് യു, ബൈ.